മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. പറവൂർ നഗരസഭയിലെ LDF പ്രകടന പത്രിക പുറത്തിറക്കി. അഴിമതിരഹിതവും ജനസൗഹൃദവുമായ ഭരണം ഉറപ്പു നൽകി പറവൂർ നഗരസഭയിലെ LDF പ്രകടന പത്രിക പുറത്തിറക്കി. മാറ്റത്തിനായി ഒരുമിക്കാം LDFനോടൊപ്പം എന്ന മുദ്രാവാക്യത്തോടെയുള്ള പ്രകടന പത്രിക മന്ത്രി P. രാജീവ് പ്രകാശിപ്പിച്ചു. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് MD സുനിൽകുമാർ അധ്യക്ഷനായി. നഗരത്തിന്റെ ആധുനികവൽക്കരണത്തിന് അനുയോജ്യമായ 59 കാര്യങ്ങൾ പ്രകടന പത്രങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 30 വാർഡുകളിലും ജനങ്ങളിൽ നിന്ന് ഇതിനായി അഭിപ്രായങ്ങൾ തേടിയിരുന്നു. പറവൂർ നഗരസഭ കഴിഞ്ഞ 10-15 വർഷക്കാലമായി വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുകയും ഉണ്ടായ വികസന പ്രവർത്തനങ്ങൾ എല്ലാം പിന്നോട്ടടിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഈ തവണ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ചേർത്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രകടന പത്രിക ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. മുഴുവൻ ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ ശേഖരിച്ച് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ ജനമധ്യത്തിൽ കൊണ്ടുവന്ന് ജനങ്ങളുടെ കൂടി അംഗീകാരത്തോടു കൂടി നടപ്പാക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറവൂർ നഗരസഭയ്ക്കൊരു മാസ്റ്റർ പ്ലാൻ ഇല്ല, അതിൻ്റെ കാലാവധി കഴിയും. മാസ്റ്റർ പ്ലാൻ ഇല്ലെങ്കിൽ അത്തരം മുനിസിപ്പാലിറ്റികൾക്ക് കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളുടെ അഭാവം ഉണ്ടാകും, പ്രത്യേകിച്ച് കേന്ദ്ര ഫണ്ട്. ഈ അവികസിത പട്ടണങ്ങളുടെ വികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പികയാണ് കേന്ദ്ര ഗവൺമെൻറ് മുടക്കുന്നത്. അതൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ CPIM ഏരിയ സെക്രട്ടറി TV നിതിൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി KA വിദ്യാനന്ദൻ, MU അജി, S ശ്രീകുമാരി, NI പൗലോസ്, MR റീന, NS അനിൽകുമാർ, PP അജയകുമാർ, CP ജയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ.